സ്ക്രീനിംഗ് കമ്മിറ്റി അല്പസമയത്തിനകം ദില്ലിയിൽ ചേരും. കോൺഗ്രസ് നേതാക്കൾ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലെത്തി ചർച്ച നടത്തുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിശദാംശങ്ങളുമായി നോബിൾ മാരിക്കാരൻ. ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക് തന്നെ. നോബിൾ, കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ തന്നെ മത്സരിക്കാം, കെ.സി. വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാം. അതായത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ, സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ. ഇതിനുള്ള ക്രമീകരണമായിട്ടാണ് വടകരയിൽ മുരളീധരൻ മത്സരിക്കേണ്ട, പകരം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ എന്ന തീരുമാനം വന്നിട്ടുള്ളത്. ടി.എൻ. പ്രതാപൻ നേരത്തെ തന്നെ ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അത് മുരളീധരനെ അങ്ങനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരിക. പക്ഷേ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുന്നോട്ട് പോയെന്നാണല്ലോ മുരളീധരൻ കരുതുന്നത്. ആ താല്പര്യക്കുറവ് എങ്ങനെയാണ് AICC പരിഗണിക്കുക? നികേഷ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ തീരുമാനങ്ങൾ ആയതാണ്. അതിൽ തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കുക എന്തായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്. ആ തീരുമാനത്തിലേക്ക് എത്തിച്ച ഘടകം എന്ന് പറയുന്നത് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇടതുപക്ഷം ഉൾപ്പെടെ ഇത് വലിയ പ്രചരണമാക്കുമ്പോൾ പത്മജ പോയ അതേ തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരനെ എത്തിച്ചുകൊണ്ട് ആ പ്രതിസന്ധി മറികടക്കുക എന്തായിരുന്നു കോൺഗ്രസിന്റെ ഒരു തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നേതൃത്വം അത്തരത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കട്ടെ എന്ന തീരുമാനം ഉൾക്കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടെ നടത്തി എന്തായിരുന്നു നേതാക്കളും വ്യക്തമാക്കിയത്. എന്നാൽ ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം, വടകരയിലും അതോടൊപ്പം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തും രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ അവരുടെ പ്രചാരണം ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങൾ, അതായത് പ്രചാരണം ആരംഭിക്കുകയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റർ ഉൾപ്പെടെ ഒട്ടിക്കുകയും ഞായറാഴ്ചയാണ് വടകരയിലെ കൺവെൻഷൻ ഉൾപ്പെടെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത് മുരളീധരൻ. എന്താണെങ്കിലും ഈ സമയത്ത് വേണ്ട ആശയവിനിമയം ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നൊരു പ്രതികരണം, അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ നിരീക്ഷണമാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. കൃത്യമായ ആശയവിനിമയം നടത്താതെയാണ് തൃശ്ശൂരിലേക്ക് തന്നെ മാറ്റാനുള്ള തീരുമാനം എടുത്തതിൽ അതൊരു അതൃപ്തിയും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അറിയുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിൽ തീരുമാനം പാർട്ടി എടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കൺവെൻഷൻ അതേ ദിവസം തന്നെ നടക്കും എന്നുള്ളതാണ്. കൺവെൻഷൻ നടക്കുമ്പോൾ അതിൽ സ്ഥാനാർത്ഥി മാറുമോ എന്താണ് ഇനിയിപ്പോൾ ആകാംക്ഷ. പ്രധാനമായും കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം കോൺഗ്രസ് പട്ടികയിൽ ഉള്ളത്. അതായത് മുസ്ലിം പ്രാതിനിധ്യം വേണം എന്ന് നേരത്തെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ആലപ്പുഴയിലാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ തന്നെ മത്സരിക്കണം എന്ന നിലപാട് സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുകയും അവസാനം കെ.സി. വേണുഗോപാൽ അതിന് വഴങ്ങുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ എത്തട്ടെ എന്ന തീരുമാനത്തിലേക്ക്, ഷാഫി പറമ്പിലിന്റെ അതോടൊപ്പം തന്നെ ടി സിദ്ദിഖിന്റെ പേരായിരുന്നു അവിടെ പരിഗണിച്ചിരുന്നത്. അതിൽ ഷാഫി പറമ്പിൽ തന്നെ മത്സരിക്കും എന്ന തീരുമാനത്തിലേക്കും പാർട്ടി എന്താണെങ്കിലും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാടിനെയും ഒപ്പം കണ്ണൂരിനെയും സംബന്ധിച്ചായിരുന്നു തീരുമാനങ്ങൾ ഉണ്ടാകാനുണ്ടായിരുന്നത്. അവിടെയും കെ സുധാകരനും ഒപ്പം രാഹുൽ ഗാന്ധിയും മത്സരിക്കും എന്ന തീരുമാനം കൂടി ഇന്നലെ എന്താണെങ്കിലും ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആദ്യഘട്ട പട്ടിക വരും. ഈ ആദ്യ പട്ടികയിൽ കേരളത്തിലെ 16 സ്ഥാനാർത്ഥികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കെ മുരളീധരൻ തന്നെ തൃശ്ശൂരിൽ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതാണിപ്പോൾ ടി.എൻ. പ്രതാപനും അക്കാര്യത്തിൽ ഏറെക്കുറെ അതിനോട് അനുകൂലമായ നിലപാട് ഉണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആവശ്യം ആദ്യഘട്ടത്തിൽ ടി.എൻ. പ്രതാപൻ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും കെ മുരളീധരൻ തൃശ്ശൂരിൽ എത്തുന്നതോടെ തന്നെ ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയ സാഹചര്യത്തെ മറികടക്കാൻ, അതായത് കെ കരുണാകരന്റെ തട്ടകത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച നേതാക്കൾ BJPയിലേക്ക് പോയത് വലിയ പ്രതിസന്ധിയാവുന്ന ഘട്ടത്തിൽ കെ മുരളീധരൻ എത്തുന്നതോടെ, പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം നേമത്താണെങ്കിൽ പോലും കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. അതോടൊപ്പം തന്നെ 2019 വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കെ മുരളീധരൻ നേരത്തെ വടകരയിലേക്ക് സ്ഥാനാർത്ഥിയായി പോവുകയും ചെയ്ത് ആ പരിഗണിച്ചുകൊണ്ടാണ് കെ മുരളീധരനെ വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തിക്കാനുള്ള നീക്കം എന്താണെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായത്. ഇനിയിപ്പോൾ അവസാനപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. അല്പം മുമ്പാണ് കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും പോയത്. KPC അധ്യക്ഷൻ കെ സുധാകരൻ കൂടി അങ്ങോട്ട് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ചർച്ചകൾക്ക് ശേഷം 1 മണിക്ക് മുമ്പ് തന്നെ പട്ടിക ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ഉള്ളത്. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഇന്ന് തന്നെ പട്ടിക ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്.